യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നയന. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ യാത്ര പോകാനിരിക്കുകയാണ്. എവിടെയാണ് പോകുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. Is getting everybody everything. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തുടരും സിനിമ കാണാൻ ഞങ്ങൾ ഇന്നലെ ഫാമിലിയായി പോയി. പക്ഷെ ചെറിയൊരു പണി, 18ന്റെ പണിയാണെന്ന് വേണമെങ്കിൽ പറയാം. 18ന്റെ പണിയിൽ വന്നതും 8ന്റെ പണിയിലേക്ക് ഒതുങ്ങിയെന്ന് പറയാം. അതായത് അത് സ്ക്രീനിൽ കാണിച്ചില്ലേ, കാറും അതാണ് ഞങ്ങളുടെ വണ്ടി. അതിലൊരു ലോറി ആ കാറിന്റെ ബാക്കിൽ വന്നിട്ട് തട്ടി. നല്ല രീതിയിൽ അത് എന്റെ ബാക്ക് സൈഡ് എല്ലാം പോയി. അപ്പോ പെട്ടെന്ന് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, പെട്ടെന്ന് അങ്ങനെ അല്ല, ഞാൻ ഷോക്കായിപ്പോയി. കാര്യം ഞാനും മോളുമാണ് ബാക്ക് സീറ്റ്. വേദനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ തലയുടെ ബാക്ക് സൈഡ് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയി തിരിച്ചു വന്ന് അതിനുശേഷം നല്ല വേദനയുണ്ട്. പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ശരിയായി. എന്നാലും തലയല്ലേ ഇടിച്ചത്. പക്ഷെ ആ തലയിൽ വേദന വീണ്ടും വരും. പ്രത്യേകിച്ച് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. പിന്നെ ഗൈസ്, ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ പഴയ ലാലേട്ടന്റെ കുറച്ച് നൊസ്റ്റാൾജിയ സിനിമകളില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ വന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിരീടം സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോയില്ലേ, കരച്ചിൽ അവിടെ ഉണ്ട് ആ സിനിമ കാണുമ്പോൾ. പിന്നെ കിലുക്കം, അത് ആ സിനിമയുടെ പ്രത്യേകത, നമ്മൾ കൂടുതൽ ചിരിച്ചു പോകും. അപ്പോൾ ചിരിയുണ്ട്. പിന്നെ ഒരു എന്താണ്, നമ്മളെ ഒരു ചിന്തിപ്പിക്കുന്ന രീതിയിൽ അത്രയും ഒരു നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ആ സിനിമയിൽ. ലാലേട്ടൻ്റെ ആക്ടിങ് ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എടുത്ത് പറയത്തക്ക രീതി എന്ന് പറയുന്നത് അതിലെ വില്ലന്റെ പെർഫോമൻസും ഹൈ ലെവൽ പെർഫോമൻസുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ സിനിമ പോയി കാണണം. അപ്പോൾ എത്ര പേര് നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കാണാൻ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നെ കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.